ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങി പോയേക്കാന്ന് വരെ വിചാരിച്ചിട്ടുണ്ട്? ഇല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എന്നുവെച്ചാൽ എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യം എനിക്കുണ്ട് അല്ലേ. ഒരു സപ്പോർട്ട് എന്നുള്ള വലുതാണ് അല്ലേ. ഇപ്പം ഒരു ലേഡി എന്ന നിലയിൽ ഒരു സിനിമയിലേക്ക് വരുന്നു, ആ സിനിമ പ്രൊഡ്യൂസർ ആകുന്നു, പൈസയാണ് മുടക്കുന്നത്, അഭിനയിക്കാൻ വന്നിട്ട് പോവല്ല, ടെക്നീഷ്യൻ ഉണ്ട്, പൈസ മുടക്കാണ്. അപ്പോൾ വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്നും, ഭർത്താവിന്റെ ആണെങ്കിലും മറ്റ് അംഗങ്ങളുടെ ആണെങ്കിലും സപ്പോർട്ട് എങ്ങനെയായിരുന്നു? നല്ല സപ്പോർട്ടാ, അവർക്ക് പ്രശ്നമൊന്നുമില്ല. ആദ്യത്തെ ഞാൻ പണ്ടൊക്കെ മൂവിയിൽ വരുമ്പോൾ അവർക്കൊന്നും അറിയത്തില്ല എന്നതാന്ന്, എൻ്റെ പപ്പയ്ക്കോ മമ്മിക്കോ ഒന്നും അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോൾ പണ്ട് ഞാൻ മൂവിയിൽ വരുന്ന സമയത്തൊക്കെ ഞാൻ ലെനിൻ സാറിൻ്റെ കൂടെയാണ് ആദ്യം വർക്ക് ചെയ്തതൊക്കെ. അത് 2010 ഞാൻ ആദ്യം സിനിമയിൽ വരുന്നത്. അതിനു മുമ്പേ ലെനിൻ സാർ എൻ്റെ പപ്പയുടെ ഫ്രണ്ടാണ്. അപ്പോൾ അതിനു മുമ്പേ ഞാൻ രാത്രി മഴയൊക്കെ പുള്ളി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈവൻ ക്ലാസ് കട്ട് ചെയ്തിട്ടൊക്കെ അവിടെ പോയി നിന്ന് സിനിമ കണ്ട് അങ്ങനെ ആഗ്രഹിച്ച് വന്നതാണ്. അപ്പം ഞാൻ സിനിമയുടെ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ആദ്യമൊക്കെ വീട്ടിൽ അത് മനസ്സിലാവില്ലായിരുന്നു, അവർക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം പപ്പ ആദ്യമൊന്നും സമ്മതിക്കാതൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ എന്നോട് നിനക്ക് അതിനുള്ള ഒരു പ്രായമായി, നിനക്ക് അതിൻ്റെതായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു സമയമാകുമ്പോൾ പൊക്കോ എന്നുള്ള രീതിയിൽ. ഞാൻ ബിഫാം ആയിരുന്നു. ബിഫാം ചെയ്തിട്ട് എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പിന്നെ ഫാഷൻ ഡിസൈനിങ് ചെയ്തു. അത് കഴിഞ്ഞ് സിനിമയിൽ പിന്നെ ഇടയ്ക്കൊക്കെ കോസ്റ്റ്യൂം ചെയ്തു. അങ്ങനെയൊക്കെയാണ് അതാ ഞാൻ പറഞ്ഞത്, ഞാനിങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ പല പല ഇതിലും നിന്നാണ് ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ എല്ലാവർക്കും അത് അങ്ങനെ യൂസ്ഡാ. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞും കേട്ട് എല്ലാവർക്കും ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ സിനിമ. ഈ ശങ്കരേട്ടനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ശങ്കർജി ഇപ്പോൾ കുറേ വർഷമായി അറിയാം. അപ്പോൾ എൻ്റെ ഒരു മൂവി വന്നപ്പോഴത്തേക്കും ശങ്കർജി ഞങ്ങൾ ഒരുമിച്ചത് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന മൂവി ആയിരുന്നേക്കുമ്പോൾ ശങ്കർജി ഒരുമിച്ച് ചെയ്യാമെന്നും പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ഇരുന്നത്. അപ്പോൾ ആ പടം നമ്മളിപ്പം എന്താ പറയുക, ഞാൻ ഉദ്ദേശിച്ച സമയത്ത് നടന്നില്ല. ജോജു. ആ സമയത്ത് വന്നപ്പോൾ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ കോവിഡ് വന്നു. അത് കഴിഞ്ഞ് അതങ്ങ് നീണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞങ്ങളിപ്പോൾ അത് വേറെ രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ആ സബ്ജക്റ്റ് തന്നെ ആർട്ടിസ്റ്റൊക്കെ മാറി അങ്ങനെയാണ് ഇവിടെ എത്തുന്നത്. അത് തുടർന്നു ആ ബന്ധം. ശങ്കർജി എന്ത് ചൂടായാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒച്ചപ്പാടുണ്ടാക്കിയാലും അദ്ദേഹത്തിന് അപ്പോൾ പറയുന്നുള്ളൂ മനസ്സിലാക്കാൻ പറ്റും അല്ലേ, അല്ലെങ്കിൽ തുടർന്ന് പോകാൻ പറ്റും. ആ ഒരു യാത്രയാണ് ഇപ്പോൾ തുടർന്ന് അഭിലാഷത്തിൽ നിൽക്കുന്നത്, ഇനി അടുത്ത സിനിമയിലേക്ക് നിൽക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഇപ്പൊ അമ്മു പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അമ്മുവിന് സിനിമ എന്നൊരു ഫാഷൻ അല്ലേ. 2010 തുടങ്ങി സിനിമയിലേക്ക് ഇറങ്ങാൻ അല്ലെ. 2010 തൊട്ട് സിനിമ സ്വപ്നം കണ്ടാണ്. അതിന് മുമ്പ് സിനിമ സ്വപ്നം കാണുന്നു. 2010 തൊട്ട് ഫീൽഡിലേക്ക് ഇറങ്ങി. എന്നിട്ടും ഇത്രയും നാളും ഒരാളുമായിട്ട് കൂട്ടുകൂടാതെ അല്ലെ, ഒരാളുമായിട്ട് യോജിച്ചു പോകാതെ വേണമെങ്കിൽ എന്നേ സിനിമ എടുക്കാൻ തയ്യാറായിട്ടു ശങ്കർജിയുടെ അടുത്തേക്ക് വരുന്നു. ആ ഒരു വിശ്വാസമാണ് അല്ലെ. ആ ഒരു വിശ്വാസം വലിയ വിശ്വാസമാണ്, ആ കുടുംബത്തിനുള്ള വിശ്വാസമാണ്. കുടുംബം ഉൾപ്പെടെ ഒരു പെൺകുട്ടിയെ അങ്ങ് ഏൽപ്പിച്ചേക്കുവാണ് അല്ലെ. ഒരു ധൈര്യമാണ് ശങ്കർജിയുടെ കയ്യിൽ തരുമ്പോൾ ധൈര്യമാണ്. ആ ഒരു ധൈര്യമാണ് ഇച്ചിരി മുമ്പ് പറഞ്ഞത്. ഒരു പെൺകുട്ടിക്ക് വേണ്ടി, എൻ്റെ പാർട്ട്ണർ പെണ്ണാണ്, ആ സ്ത്രീക്ക് വേണ്ടി ഞാൻ ഭൂമിയോളം താഴാമെന്ന് പറഞ്ഞതിൽ അതിലെല്ലാ അർത്ഥവും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ എല്ലാ അർത്ഥമുണ്ട്. ഇടയ്ക്ക് വെച്ചെങ്കിലും നിങ്ങൾ ഉടക്കുന്ന സമയത്തിൽ പിന്നെ തലയ്ക്ക് കൈവച്ച് ആലോചിച്ചു ഇത് പറയണ്ടായിരുന്നു. പലപ്പോഴും ഉണ്ടായിരുന്നു. കുറച്ച് നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഹൈദരാലിക്ക് ഒരു 5 മണിക്കൂറിൽ ഒരു പ്രാവശ്യം ഉണ്ടാവും. ഇതൊന്നും വിഷയമല്ല, ഇതൊന്നുമല്ല. ഇവിടെ ഞാൻ പറയണ കുറെ സാധനങ്ങൾ ചിലപ്പം ചിലപ്പോൾ സീനിയർ ആയതിൻ്റെ ആയിരിക്കും, അമ്മുവിന് മനസ്സിലാവില്ല. ഇവിടെ നിൽക്കണമെങ്കിൽ അമ്മു വളരെ ജെന്യൂനാണ്, അമ്മു പാവമാണ്. ഇവിടത്തെ കുറെ സാധനം ഞാൻ പറഞ്ഞ ഹൈദരാലിയുടെ ആ ബുദ്ധി അമ്മൂനുണ്ടെങ്കിൽ ഞാൻ ഇന്ന് എവിടെ എത്തിയെന്നറിയാം. ഞാനൊരു 10 സിനിമകൾ ചെയ്തിട്ടുണ്ടാവും. അമ്മു ബേസിക്കലി വളരെ പാവമാണ്. പാവങ്ങൾക്ക് പറ്റിയ പണിയല്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.